ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. സംസ്ഥാനത്ത് ചൂട് ശക്തമാകുന്ന സാഹചര്യമാണ്. പുറത്തിറങ്ങാൻ പോലും പറ്റത്തില്ലാത്ത രീതിയിലേക്ക് ചൂട് എത്തിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. നമുക്ക് പ്രത്യേകമായിട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ മഴ കാരണം പുറത്തിറങ്ങാൻ പറ്റത്തില്ലാത്ത അവസ്ഥയുണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥയായി. പക്ഷേ ഇപ്പോൾ ചൂട് കൂടിയപ്പോൾ ഒറ്റയടിക്ക് 6 ഡിഗ്രി വരെയൊക്കെയാണ് ചൂട് വളരെ പെട്ടെന്ന് തന്നെ കൂടിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകൾ പ്രകാരം ആശ്വാസകരമായിട്ടുള്ള അറിയിപ്പുകളാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇന്ന് 8-ാം തീയതിയാണ്. വീണ്ടും മഴ വരുന്നു, കേരളത്തിൽ വീണ്ടും മഴ ശക്തമായിട്ട് വരുന്നു എന്നുള്ള രീതിയിലുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും പുതിയതായിട്ട് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത 2 ദിവസം, അതായത് 10-ാം തീയതിയോട് കൂടി തന്നെ കേരളത്തിലാകമാനം ശക്തമായിട്ടുള്ള മഴ ലഭിക്കും എന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയായിരിക്കും ലഭിക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലൊക്കെ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും എന്നുള്ള അറിയിപ്പുകളും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഒക്ടോബർ ആദ്യ ദിവസങ്ങളിലെ പെരുമഴ തോർന്നതോടുകൂടിയാണ് കേരളത്തിലെ കൊടും ചൂടിന്റെ പിടിയിലേക്ക് കേരളം വീണ്ടും നീങ്ങിയത്. സംസ്ഥാനത്തിന്റെ ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞ പോലെ 6 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില ഉയർന്നിരിക്കുന്നത്. എന്നാൽ കൊടും ചൂടിൽ വലയുന്ന കേരളത്തിലെ ജനതയ്ക്ക് ആശ്വാസമേകുന്നതാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ പ്രവചനം. ഇന്നും നാളെയും മറ്റന്നാളും ഒരു ജില്ലയിലുമൊക്കെ ആയിട്ട് അറിയിപ്പുകളൊന്നുമില്ല, അല്ലെങ്കിൽ 9-ാം തീയതി വരെ അറിയിപ്പുകളൊന്നുമില്ല. പക്ഷേ 10-ാം തീയതി മുതൽ തന്നെ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന സൂചന. 10-ാം തീയതി 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ 11-ാം തീയതി 2 ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് 11-ാം തീയതി കൂടുതൽ മഴ സാധ്യത. ഈ 2 ദിവസവും കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രത്യേക ഒരു അറിയിപ്പ് കൂടെ വന്നിട്ടുണ്ട്. ഈ ഒരു മലയോര മേഖലകളിലൊക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അതിതീവ്രമായിട്ടുള്ള മഴ പെയ്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞിടയ്ക്ക് കോട്ടയത്തും അതുപോലെ തന്നെ പത്തനംതിട്ടയിലുമൊക്കെ പെയ്ത മഴ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ രീതിയിൽ വലിയ നാശനഷ്ടം ഉണ്ടാക്കുകയും അതുപോലെ തിരുവനന്തപുരം ജില്ലയെ തന്നെ വെള്ളത്തിൽ മുക്കുന്ന രീതിയിലേക്ക് മഴ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുതന്നെയായാലും ഇപ്പോൾ ശക്തമായിട്ടുള്ള ചൂട് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഈ വരുന്ന 10-ാം തീയതിയോടുകൂടി കേരളത്തിൽ മഴ ശക്തമാകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്.